kgs in 1 month. ഇതെൻ്റെ ഡയറി ആണ് കേട്ടോ. ഇതിൽ ഞാൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഈ 30 ദിവസം എനിക്ക് അങ്ങനെ ഭയങ്കര ഡയറ്റ് ചെയ്തു, വർക്കൗട്ട് ചെയ്തു, ഭയങ്കര ഇനി എനിക്ക് പോയിട്ട് കുറേ ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഫീൽ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്തൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ അതൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഈ ഒരു 4 kg വെയിറ്റ് ലോസ് ഈ 30 ഡേയ്സിൽ സംഭവിക്കുമ്പോൾ തന്നെ ഞാൻ ബിരിയാണി, പായസം, പുഡിംഗ്, ഫലൂദ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് കുറക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ കുറച്ചല്ലോ. എൻ്റെ ഒരു ഹൈറ്റും വെയിറ്റ് ഒക്കെ അനുസരിച്ച് എനിക്ക് 4 kgs ആണ് ഹെൽത്തി ആയി 1 മന്തിൽ കുറക്കാൻ പറ്റുന്നത്. വയസ്സും ഹൈറ്റും വെയിറ്റും കൂടെ അയച്ചപ്പോൾ ChatGPT പറഞ്ഞു തന്നു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ 4 kg കുറച്ചതെന്ന് നോക്കിയാലോ. രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്ന ആളാണ്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഡീറ്റോക്സ് വാട്ടർ ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് എണീറ്റ് പാടെ ഞാനൊരു നോർമൽ വാട്ടറാണ് ഒരു ഗ്ലാസ് കുടിക്കുക. അത് കഴിഞ്ഞ് ഈ പണികളൊക്കെ കഴിഞ്ഞ് മോളെ സ്കൂളിലൊക്കെ അയച്ചാലാണ് എൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റോക്സ് വാട്ടർ എടുക്കും. സെയിം ഡീറ്റോക്സ് വാട്ടർ ബോറടിക്കുന്നത് കൊണ്ട് തന്നെ 5 ടൈപ്സ് ഓഫ് ഡീറ്റോക്സ് വാട്ടറാണ് ഞാൻ കുടിച്ചിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. പിന്നെ എൻ്റെ വർക്കൗട്ടാണ്. 1 hour വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നോക്കിയാൽ മതി. എൻ്റെ വർക്കൗട്ടിൽ 30 മിനിറ്റ്സ് കാർഡിയോ ഓർ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഉണ്ടാവാറ്. അത് ജിമ്മിലൊന്നും പോയിട്ടല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യാറ്. യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട്. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് സ്ട്രെച്ച് ചെയ്യാറുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബെല്ലി വർക്കൗട്ട്. അതാണ് ഇപ്പോൾ ചെയ്യുന്ന 1 hour വർക്കൗട്ട്. ഈ വർക്കൗട്ട് ഞാൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാറില്ല. ഞാൻ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഓൾമോസ്റ്റ് 10 AM ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അങ്ങനെ എനിക്കായി സ്പെഷ്യലായിട്ടൊന്നും ഡയറ്റിന് വേണ്ടി ഉണ്ടാക്കാറില്ല. ദോശ, ഗ്രീൻ പീസ് കറി, പുട്ട്, കടലക്കറി, നൂൽപുട്ട് അങ്ങനെ നോർമലി ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അത് തന്നെയാണ് ഞാനും കഴിക്കാറ്. പക്ഷെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാറുണ്ട്. എല്ലാം ഒന്നേ എടുക്കാറുള്ളൂ. ഇപ്പോൾ ദോശയാണെങ്കിൽ ഒരു ദോശ, ഇഡ്ഡലി ആണെങ്കിൽ മാത്രം 2 എടുക്കും, നൂൽപുട്ടാണെങ്കിൽ ഒരു 1-1.5 മാക്സിമം അത്രേ കഴിക്കാറുള്ളൂ. 12 മണിക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു ആപ്പിൾ, ഒരു പാരക്ക എന്നുള്ളത് എടുക്കാതെ കുറച്ച് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അത് ഫുള്ള് എടുക്കാതെ കുറച്ച് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 പാരക്ക, 1/4 ആപ്പിൾ, കുറച്ച് ബ്ലൂബെറി അങ്ങനെ വേറെ വേറെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് കഴിക്കാം ഒരുമിച്ച്. ഈ ഒരു കാര്യം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. 1:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കും. ലഞ്ചിനും നോർമലി വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ചോറ്, ഉപ്പേരി, കറി, അച്ചാർ വരെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. സ്കിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫിഷ് ഫ്രൈ ഒഴിവാക്കാൻ നോക്കാം. ഞാൻ ഒരു വട്ടങ്ങാനും കഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിലപ്പുറം ഞാൻ ഫിഷ് പൊരിച്ചാലും എടുക്കാറില്ല. പകരം കറിയിലുള്ള ഫിഷ് എടുക്കാറുണ്ട്. ലഞ്ചിൽ ഫിഷോ ചിക്കനോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാം. പ്രോട്ടീനായിട്ട് തൈര് ആഡ് ചെയ്യാൻ പറ്റും. 3:30 ആകുമ്പോഴാണ് എൻ്റെ സ്നാക്ക് ടൈം. നട്ട്സ്, ഗ്രീൻ ടീ എടുക്കാറുണ്ട്. അതല്ലാതെയും കുറച്ച് എടുക്കാറുണ്ട്. സ്നാക്സ് ഫോർ വെയിറ്റ് ലോസ് എന്നിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിന്നർ ടൈം ആണ്. ഒരു 5:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഡിന്നർ കഴിക്കാറ്. ഡിന്നർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല ഡിന്നർ കഴിക്കുന്നത്. ഡിന്നറിൽ വെജിറ്റബിൾസും പ്രോട്ടീനും മാത്രമേ എടുക്കാറുള്ളൂ. എന്ന് പറയുമ്പോൾ ദോശ, ചപ്പാത്തി, പുട്ട്, ചോറ് ഒന്നും രാത്രി എടുക്കാറില്ല. സോട്ട് ചെയ്തിട്ടോ റോ ആയിട്ടോ വെജീസ് എടുക്കാറുണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യും. പ്രോട്ടീനായിട്ട് ഇപ്പോൾ കുറച്ച് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ചിക്കൻ കറി ആണെങ്കിൽ ഡിന്നറിന് ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കനും ഗ്രേവിയും കൂടെ ഈ വെജീസിലേക്ക് ഇട്ടിട്ട് കഴിക്കാറുണ്ട്. ചിലവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഓക്കെയാണ്. കാരണം ഞാൻ തന്നെ എനിക്ക് ഇപ്പോൾ ഇനി വേറെ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഇതെനിക്ക് എളുപ്പമാണല്ലോ, ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ ഫിഷ്, പനീർ, ടോഫു, സോയ ചങ്ക്സ്, എഗ് ഇതെല്ലാം പ്രോട്ടീൻ എടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ കഴിക്കാറുള്ളത് ക്യൂക്കമ്പർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി, കോൺ അതൊക്കെ. ബ്രോക്കോളി ഞാൻ വാങ്ങിക്കൊണ്ടുമ്പോഴേ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ബ്രോക്കോളിയിൽ നിന്ന് അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ കുറച്ച് 25 മിനിറ്റ്സ് ഇട്ട് വെക്കും. എന്നിട്ട് അത് കഴുകി ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചതിന് ശേഷം ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് എടുത്ത് വെക്കാറ്. അപ്പം ഓരോ ടൈമിൽ ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതിലേക്ക് എടുത്താൽ മതി. കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് മടി കുറഞ്ഞു. അങ്ങനെ 6 മണിക്ക് ഡിന്നർ അവസാനിപ്പിച്ചു. ഇനി ഇന്നൊന്നും കഴിക്കാൻ പാടില്ല, കുടിക്കാം. ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ നൈറ്റ് ഡ്രിങ്ക് എടുക്കാറുണ്ട്. അതിൻ്റെയും വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ 30 ഡേയ്സും ഞാൻ ഡെയിലി എന്താ കഴിച്ചതെന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു എന്നെല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അക്കൗണ്ടിലൊന്ന് പോയി നോക്കാം. എൻ്റെ ടാർഗറ്റ് ഒരിക്കലും 4 kg അല്ല, 75 ഡേയ്സ് ചാലഞ്ചായി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 30 ഡേയ്സ് കഴിഞ്ഞു. ഇനിയൊരു 45 ഡേയ്സും കൂടെ ബാക്കിയുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് വെയിറ്റ് 56-57 ആ റേഞ്ചാണ്. ഇനിയും കുറക്കാനുണ്ട്. അതിൻ്റെ വീഡിയോസ് ഡെയിലി കഴിക്കുന്നതും വർക്കൗട്ട് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക.